കോക്കമംഗലം വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പള്ളി. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിൻ്റെ മനോഹരമായ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോക്കമംഗലം വിശുദ്ധ തോമാസ് ശ്ലീഹാ പള്ളി ഭാരതത്തിലെ ഏറ്റവും പുരാതന ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ്. വിശ്വാസ പാരമ്പര്യമനുസരിച്ച് AD 52 ഇന്ത്യയിലെത്തിയ വിശുദ്ധ തോമാസ് ശ്ലീഹാ സ്ഥാപിച്ച 7 പള്ളികളിലൊന്നായി ഈ ദേവാലയം അറിയപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമാസ് ശ്ലീഹാ സുവിശേഷ പ്രഘോഷണത്തിനായി ഇന്ത്യയിലെത്തി. ആദ്യം കൊടുങ്ങല്ലൂരിലെത്തിയ അദ്ദേഹം പിന്നീട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും നിരവധി ആളുകളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആ യാത്രക്കിടയിലാണ് അദ്ദേഹം വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുള്ള കോക്കമംഗലത്ത് എത്തിയത്. അക്കാലത്ത് മത്സ്യബന്ധനവും കൃഷിയുമായിരുന്നു ഇവിടെ താമസിച്ചിരുന്ന ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതവും സ്നേഹവും അത്ഭുതങ്ങളും പ്രസംഗങ്ങളും കണ്ട നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചു. വിശ്വാസികളായവർക്ക് ആരാധനയ്ക്കായി അദ്ദേഹം ഒരു ദേവാലയം സ്ഥാപിച്ചുവെന്നാണ് പരമ്പരാഗത വിശ്വാസം. പ്രാദേശിക പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ തോമാസ് ശ്ലീഹാ കോക്കമംഗലത്തെത്തിയപ്പോൾ കായലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്നവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം ഇവിടെ കുരിശ് സ്ഥാപിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. പ്രദേശത്തിൻ്റെ പേരിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ടെങ്കിലും ഈ പ്രദേശം വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ സന്ദർശനത്താൽ പ്രസിദ്ധമായതായി വിശ്വാസികൾ കരുതുന്നു. ആദ്യകാലത്ത് ചെറിയൊരു പ്രാർത്ഥനാലയമായിരുന്ന ദേവാലയം കാലക്രമേണ വികസിച്ചു. വിദേശാക്രമണങ്ങൾ, പ്രളയങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ പല വെല്ലുവിളികളും നേരിട്ടെങ്കിലും വിശ്വാസികൾ ദേവാലയത്തെ സംരക്ഷിച്ചു. പിന്നീട് പല ഘട്ടങ്ങളിലായി പള്ളി പുതുക്കിപ്പണിയുകയും വിപുലീകരിക്കുകയും ചെയ്തു. പോർച്ചുഗീസ് മിഷനറിമാരുടെ കാലത്തും തുടർന്ന് വിവിധ സഭാധികാരികളുടെ നേതൃത്വത്തിലും പള്ളിയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ച നടന്നു. ഇന്ന് മനോഹരമായ ശില്പകലയും വിശാലമായ ആരാധനാലയവുമുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു. കോക്കമംഗലം പള്ളി ചരിത്ര സ്മാരകം മാത്രമല്ല, വിശ്വാസത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യവുമാണ്. എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ എത്തി വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഈ ദേവാലയം സന്ദർശിക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന ആത്മീയ അന്തരീക്ഷത്തിൻ്റെ തെളിവാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ എല്ലാ വർഷവും ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു. കൊടിയേറ്റം, നവനാൾ, പ്രാർത്ഥന, വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, നേർച്ചകൾ എന്നിവ തിരുനാളിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. ഇറ്റലിയിലെ ഓർട്ടോണയിൽ നിന്ന് ജോൺ പോൾ II മാർപ്പാപ്പ 1999 കൊണ്ടുവന്ന തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കോക്കമംഗലം പള്ളിയുടെ വാസ്തുവിദ്യ കേരളീയവും സുറിയാനി ശൈലിയും സമന്വയിപ്പിച്ചിരിക്കുന്നതാണ്. പഴമയാർന്ന മരപ്പണികൾ, മനോഹരമായ അൾത്താര, ചരിത്രപ്രസിദ്ധമായ ചിത്രങ്ങൾ, ശാന്തമായ പ്രാർത്ഥനാ അന്തരീക്ഷം എന്നിവ ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളാണ്. 1897 മാന്നാനം കർമ്മലീത്ത മഠത്തിൽ നിന്ന് ഇവിടെ എത്തിച്ച സെയിൻറ് തോമസിൻ്റെ ചരിത്രപ്രസിദ്ധമായ ഛായാചിത്രം പള്ളിക്കുള്ളിൽ കാണാൻ സാധിക്കും. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം തിരുശേഷിപ്പ് വണങ്ങുന്നതിനായുള്ള പ്രത്യേക നൊവേന നടക്കുന്നു. വിദേശത്ത് തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഇന്ന് കോക്കമംഗലം വിശുദ്ധ തോമാസ് ശ്ലീഹാ പള്ളി വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. വേമ്പനാട്ട് കായലിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം പ്രാർത്ഥനയ്ക്കും തീർത്ഥാടനത്തിനും ആത്മീയ നവീകരണത്തിനും അനുയോജ്യമായ ഒരു വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹാ സ്ഥാപിച്ച 7 പള്ളികളായ കൊടുങ്ങല്ലൂർ, കൊല്ലം, നിരണം, നിലയ്ക്കൽ, കോക്കമംഗലം, ഓട്ടക്കാവ്, പാലിയൂർ എന്നിവയുടെ ചിത്രവും ഇവിടെ മനോഹരമായി കൊത്തിവച്ചിരിക്കുന്നു. കൂടാതെ
തിരുവിതാംകൂർ പള്ളിയെ അരപ്പള്ളിയായും കണക്കാക്കുന്നു. ഏകദേശം 2000 വർഷത്തെ വിശ്വാസ പാരമ്പര്യം പേറുന്ന കോക്കമംഗലം വിശുദ്ധ തോമാസ് ലീഹ പള്ളി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അമൂല്യമായ പൈതൃകമാണ്. വിശുദ്ധ തോമാസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇന്നും ഈ ദേവാലയം ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് പ്രത്യാശയും ആത്മീയ ശക്തിയും പകരുന്നു. നന്ദി, നമസ്കാരം.